പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധനായ ക്ലോവീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു അക്രൈസ്തവ യുവാവായിരിക്കെ വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നതിന് ഒരു വൃദ്ധ വൈദികനെ സമീപിക്കുകയാണ്. വൈദികൻ അദ്ദേഹത്തിന് ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ആരാധനാക്രമവും കൊടുത്തിട്ട് പഠിച്ചു വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഏതാനും മാസങ്ങൾ വിശുദ്ധ ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും പഠിച്ച് മാമോദീസ സ്വീകരിക്കുവാനായി വൈദികനെ സമീപിക്കുകയാണ്. ഈ വൈദികൻ അദ്ദേഹത്തോട് വിശുദ്ധ ബൈബിളിൽ നിന്നും പ്രാർത്ഥനാക്രമങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചതിന് അദ്ദേഹം തൃപ്തികരമായ മറുപടിയാണ് നൽകിയത്. തുടർന്ന് വൈദികൻ അദ്ദേഹത്തോട് പൊതുവായൊരു ചോദ്യം ചോദിച്ചു. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് നിങ്ങളവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം ഒട്ടും മടിച്ചില്ല, ചാടി പറയുകയാണ്, യേശുവിനെ ക്രൂശിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ യഹൂദന്മാരെ വകവരുത്തി യേശുവിനെ കുരിശുമരണത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മാമോദീസ ലഭിക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. വീണ്ടും ഏതാനും നാളുകൾ കഴിഞ്ഞ് ബൈബിൾ കുറേ കൂടെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അദ്ദേഹം വൈദികനെ സമീപിച്ച് തൻ്റെ ആഗ്രഹം സമർപ്പിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട വൈദികൻ ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ചോദ്യം തുടർന്നു. യേശുവിനെ കുരിശിച്ച സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ അനുരഞ്ജനത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ശത്രുക്കളെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാനുള്ളതായ ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ച ആ യുവാവ് ഉത്തരം പറയുകയാണ്, യേശുവിനെ കുരിശിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ യഹൂദന്മാരോട് ക്ഷമിച്ചിട്ട് അവരെ സ്വാധീനിച്ച് യേശുവിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഞാൻ തയ്യാറാകുമായിരുന്നു. ഈ ഉത്തരത്തിലും തൃപ്തിയാകാതെ ആ യുവാവിന് മാമോദീസ ഏൽക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ തിരിച്ചയക്കുകയാണ്. വീണ്ടും തിരുവചന സത്യങ്ങൾ ആഴത്തിൽ പഠിച്ച ആ യുവാവ് വൈദികനെ സമീപിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. യേശുവിനെ കുരിശിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? അദ്ദേഹം കൂടുതൽ ആഴത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആ യുവാവ് ചാടി പറയുകയാണ്, യേശുവിനെ കുരിശിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ കുരിശിൻ്റെ മറുവശത്ത് എന്നെയും ക്രൂശിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുമായിരുന്നു എന്ന്. യുവാവിൻ്റെ മറുപടിയിൽ സംതൃപ്തനായ വൈദികൻ അദ്ദേഹത്തിന് മാമോദീസ നൽകുവാനായിട്ട് തയ്യാറാകുമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു,
യേശു ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെടാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. പലപ്പോഴും നാം ഏൽക്കുന്നതായ മാമോദീസ ആഴത്തിൽ പഠിക്കുവാനോ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏതൊരു ക്രൈസ്തവൻ്റെയും പരാജയം. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോട് താതാത്മ്യം പ്രാപിക്കുകയാണ് മാമോദീസയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. യേശുവിനോട് കൂടെ മരിക്കുന്നതായ ഒരു അനുഭവം, അതാണ് വിശുദ്ധ മാമോദീസയിൽ സംഭവിക്കേണ്ടത്. ഒരിക്കൽ സബദീപുത്രന്മാരുടെ മാതാവ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. തൻ്റെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് രാജ്യത്വം പ്രാപിക്കുന്നതായ സമയത്ത് ഇടത്തും വലത്തും ഇരിക്കുവാനുള്ളതായ ഭാഗ്യം കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അവർ മറുപടി പറയുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന്. എന്നാൽ കർത്താവ് തിരിച്ചു ചോദിക്കുന്നു, ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും നിങ്ങൾ തയ്യാറാണോ? പ്രിയമുള്ളവരെയും, കർത്താവ് ഏൽക്കുവാൻ പോകുന്നതായ മാമോദീസ വാസ്തവത്തിൽ അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് യോർദാൻ നദിയിലെ മാമോദീസ അല്ല, മറിച്ച് കാൽവറി കുരിശിൽ താൻ ഏൽക്കുവാൻ പോകുന്നതായ പരമയാഗമാണ് മാമോദീസ, അല്ലെങ്കിൽ കുടിക്കുന്ന കാസ എന്ന് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും അവർ ഏൽക്കുവാൻ തയ്യാറാണ് എന്ന് സമ്മതിക്കുന്നെങ്കിലും ആ മറുപടിയും കർത്താവിന് തൃപ്തികരമാകുന്നില്ല. പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതം പലപ്പോഴും ഈ സബദി മക്കളുടെ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെയാണ് നാമും ലക്ഷ്യം വയ്ക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ അനുയാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ ജീവിതത്തിലുടനീളം സ്വീകരിച്ചതായ കഷ്ടതകളും സഹനങ്ങളും പീഡനങ്ങളും ഏൽക്കുവാനായിട്ട് അക്ഷരാർത്ഥത്തിൽ നാം തയ്യാറാകണം. പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തെ സൗഭാഗ്യ ജീവിതമായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ക്രൈസ്തവ ജീവിതത്തിലെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് നാം അനുഭവിക്കുന്നതായ നൈമിഷികമായ സൗഭാഗ്യങ്ങളല്ല, മറിച്ച് യേശുവിനോട് കൂടെ മരിച്ച്, അതായത് മാമോദീസായിലൂടെ സംഭവിക്കുന്നത് പാപത്തിനുള്ളതായ മരണമാണ്. യേശുവിനോട് കൂടെ മരിച്ച് നിത്യതയിലേക്കുള്ളതായ ജീവിതത്തിൻ്റെ അനുഭവമാണ്, ആ ഉയർപ്പിൻ്റെ സന്തോഷമാണ് ക്രൈസ്തവ ജീവിതത്തിൽ നാം ലക്ഷ്യം വയ്ക്കേണ്ടത്. പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതായ സഹനങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ശാപമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു സംഭവമുണ്ട്.
നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നെക്കുറിച്ച് ജനം എന്താണ് പറയുന്നത്? അവരെ ചാടി മറുപടി പറയുന്നുണ്ട്. യേശുവിനെ കുറിച്ച് ചിലർ യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നു, ചിലർ ഏലിയാണെന്ന് പറയുന്നു, മറ്റു ചിലർ ദീർഘദർശിമാരിൽ ഒരുവനെന്ന് പറയുന്നു. വീണ്ടും കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്നാണ് പറയുന്നത്? ശീമോൻ പത്രോസ് ചാടി ഉത്തരം പറയുകയാണ് വളരെ ആവേശത്തോടെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശീഹ ആകുന്നു എന്ന് തൻ്റെ വിശ്വാസം അവിടെ പ്രഖ്യാപിക്കുക. വാസ്തവത്തിൽ കർത്താവ് ഈ ശീമോൻ്റെ മറുപടിയിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ യെരൂശലേമിലേക്ക് പോയി പീഡിക്കപ്പെടുവാനും ക്രൂശിൽ തറച്ച് മരിക്കുവാനും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനുമായിട്ടുള്ളതായ തൻ്റെ പദ്ധതി തൻ്റെ അരുമ ശിഷ്യന്മാരോട് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശീഹായാകുന്നു എന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് ചാടി പറയുക, കർത്താവേ, നിനക്ക് ഇതൊന്നും സംഭവിക്കരുതേ. പ്രിയമുള്ളവരെ, പത്രോസ്ലിയായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ആകർഷനായ യേശു ചാടി പറയുകയാണ്, സാത്താനേ, ദൂരെ പോകുക. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ള പത്രോസ് താൻ ഏൽക്കേണ്ടതായ പീഡാസഹനങ്ങളെക്കുറിച്ച്, താൻ സ്വീകരിക്കേണ്ടതായ കുരിശിലെ മരണത്തെക്കുറിച്ച്, ആത്യന്തികമായ നിത്യതയുടെ ഉയർപ്പിനെക്കുറിച്ച് കർത്താവ് അവരെ പഠിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. അത് ദൈവിക ചിന്തയല്ല, മറിച്ച് സാത്താന്യ പ്രേരണയാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് പത്രോസിനെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ശാസന ദിനംതോറും കേൾക്കുന്നവരല്ലേ നമ്മൾ? താൻ ഏൽക്കേണ്ടതായ പീഡാസഹനങ്ങൾ നാമും ഏൽക്കേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യം നമ്മെ ഭരിക്കുന്നില്ല എങ്കിൽ ക്രൈസ്തവ ജീവിതം അർത്ഥശൂന്യമാണ് എന്ന് ഞാൻ പറയും. നമുക്കറിയാം, കർത്താവിൻ്റെ കുരിശുമരണ സമയത്ത് 2 കള്ളന്മാരെ തൻ്റെ ഇടത്തും വലത്തുമായിട്ട് കുരിശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിലെ വലത്ത് ഭാഗത്തെ കള്ളൻ നല്ല കള്ളനെന്ന് നമ്മളൊക്കെ പരിചയപ്പെടുന്നു. വലത്ത് ഭാഗത്തെ കള്ളനെന്ന് അവിടെ പരാമർശിക്കുന്നില്ലെങ്കിലും എപ്പോഴും വേദശാസ്ത്രപരമായി വലത് ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്ഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വലത് ഭാഗത്തെ കള്ളൻ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ക്രൈസ്തവ ജീവിതത്തിലെ അടിസ്ഥാന ലക്ഷ്യം ദൈവരാജ്യമായിരിക്കണം. ക്രൈസ്തവ ജീവിതത്തിലെ അടിസ്ഥാന ദൗത്യമാണ് ഈ വലത്ത് ഭാഗത്തെ കള്ളൻ തമ്പുരാൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞൊടിയിടയ്ക്കുള്ളിൽ ദൈവരാജ്യം സ്വന്തമാക്കുവാനായിട്ട് അവന് സാധിക്കുന്നു. പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് പർദീസ അനുഭവം നമുക്ക് ഉറപ്പാകുന്നത്. നമ്മുടെ പ്രാർത്ഥനകള്,
ദൈവരാജ്യം ലക്ഷ്യമാക്കിയാണോ? കർത്തൃപ്രാർത്ഥനയിൽ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നാം. എന്നാൽ ദൈവരാജ്യം സമാഗതമാകുന്നു എന്ന വാർത്ത എത്ര പേര് സന്തോഷത്തോടെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതായ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന വിളി എത്രമാത്രം ഗൗരവത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് വിലയിരുത്തുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ സംഭവമാണ്. ഇതുവരെയും സംഭവിച്ചിട്ടില്ല. യോഹന്നാന്റെ തിരോധാനത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഏറ്റെടുത്തതായ ദൗത്യമാണത്. അപ്പോസ്തലന്മാരും പിതാക്കന്മാരും ഇതേ ദൗത്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. ഇതുവരെയും സംഭവിച്ചിട്ടില്ല, നമ്മുടെ കാലത്തൊന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു ധൈര്യമാണ് ഇന്ന് പൊതുവെ എല്ലാവരെയും ഭരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിലേക്കുള്ള വിളി ഏതു നിമിഷവും നമ്മളിൽ സംഭവിക്കുമെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വിളി കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. കർത്താവ് വിളിക്കുമ്പോൾ ഒരുക്കത്തോടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം തയ്യാറായിരിക്കേണ്ടവരാണ്, ജാഗ്രതയുള്ളവരായിരിക്കേണ്ടവരാണ് നാം. പ്രിയമുള്ളവരെയും, വലത്ത് ഭാഗത്തെ കള്ളൻ പ്രകടിപ്പിച്ച മനോഭാവം അതാണ്. എന്നാൽ ഇടത്ത് ഭാഗത്തെ കള്ളൻ പലപ്പോഴും നമ്മൾ ഇടത് ഭാഗത്തെ കള്ളനെ മാതൃകയാക്കുവാനായിട്ട് പോലും തയ്യാറാകാറില്ല. കാരണം വലത്ത് ഭാഗത്തെ കള്ളനാണ് നല്ല കള്ളനെന്ന് നമ്മൾ സംബോധന ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഇടത്ത് ഭാഗത്തെ കള്ളൻ്റെ പക്ഷത്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്താ? ഇടതു ഭാഗത്തെ കള്ളനും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥന മറ്റൊന്നുമായിരുന്നില്ല, നിന്നെ തന്നെയും ഞങ്ങളെയും ഈ കുരിശിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതായിരുന്നു ഇടതു ഭാഗത്തെ കള്ളൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഈ ഇടതുഭാഗത്തെ കള്ളനുമായിട്ടാണ് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ഭൗതികമായ സുരക്ഷിതത്വം ലക്ഷ്യമാക്കിയല്ലേ എന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതായ വേദനകളും കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കി തരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ, പ്രാർത്ഥനാ വിഷയങ്ങൾ പരിശോധിച്ചാൽ ഈ വലത്ത് ഭാഗത്തെ കള്ളൻ്റെ മനോഭാവം 1% പോലും ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു വാസ്തവമാണ്. 99% ഭൗതികമായ ആവശ്യങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഈ ഭൗതികമായ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് മാത്രം നമുക്ക് ആവശ്യമുള്ളവയാണ്. എന്നാൽ കർത്താവിനോടുകൂടെ നിത്യതയിലുള്ളതായ നമ്മുടെ വാസത്തിന് ആവശ്യം വരേണ്ടതായ ദൈവരാജ്യ അന്വേഷണം, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും തീക്ഷ്ണതയോടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മനോഭാവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഭൗതികതയുടെ സന്തോഷങ്ങളെ അന്വേഷിച്ച് ആത്മീയതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരാണോ നമ്മൾ? അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ വേദനകൾ, ദുഃഖ ദുരിതങ്ങളെ പ്രതി
നിരാശയിലായിരിക്കുന്നവരാണോ നമ്മൾ? വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ ചിന്തിക്കണം. തീർച്ചയായും നിത്യതയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം സഫലമായി എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഈ നോമ്പിൻ്റെ നാളുകളിൽ ഒന്ന് വിലയിരുത്തുവാനായിട്ടൊന്ന് തയ്യാറാകണം. പൂർണ്ണമായും കർത്താവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രീതിപ്പെടുന്നവനാണോ എന്നുള്ളത് കണ്ടെത്തുവാനായിട്ടിടയാകണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദം അനുഭവിക്കുന്ന നമുക്കാണ് ഈ ഭൂമിയിൽ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. ഈ ദൈവപ്രസാദം എന്ന് പറയുന്നത് ദൈവം നമ്മെ പ്രതി ആഗ്രഹിക്കുന്നതായ നിത്യതയിൽ തമ്പുരാനോട് കൂടിയുള്ളതായൊരു ജീവിതം. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മീയതയിൽ യഥാർത്ഥമായ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിത്യത ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ്റെ കോണം നീ ഞങ്ങളെ സഹായിക്കണമേ. മാതാവേ, ശുദ്ധിവാന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.